ബസ്സിൽ കയറിയാൽ ഇപ്പോഴൊരവസ്ഥയുണ്ട് സുഹൃത്തുക്കളെ. പുരുഷന്മാർക്ക് വാവലിനെപ്പോലെ കമ്പിയിൽ തൂങ്ങി നിൽക്കാനേ വിധിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബസ്സിനകത്ത് സ്ത്രീകളുടെ ഒരു ആധിപത്യം തന്നെ. സ്ത്രീ സംവരണം എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ട് മനസ്സിനൊരു കുളിർമയായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. സംവരണം എടുത്തുകളയേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ എന്നെ കല്ലെറിഞ്ഞേക്കാം. പക്ഷേ സത്യം പറയാതെ വയ്യല്ലോ. ബസ്സിലെ സീറ്റുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ നമ്മൾ ഞെട്ടും. സ്ത്രീകൾ, അമ്മയും കുഞ്ഞും, മുതിർന്ന പൗരന്മാരായ സ്ത്രീകൾ, വികലാംഗരായ സ്ത്രീകൾ, അങ്ങനെ നോക്കിയാൽ ഏകദേശം 40% സീറ്റും സ്ത്രീകൾക്ക് വേണ്ടി റിസർവ്ഡാണ്. ബാക്കിയുള്ള സീറ്റുകളിൽ വൃദ്ധന്മാർ, വികലാംഗർ തുടങ്ങിയ വേറെയും സംവരണങ്ങൾ. ബാക്കിയുള്ള ജനറൽ സീറ്റിലാണെങ്കിൽ നമ്മുടെ പുരുഷപ്രജകൾ ഒന്നിരിക്കാൻ നോക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. സ്ത്രീകൾക്ക് കയറാൻ മുൻവാതിലുണ്ടെങ്കിലും ഇപ്പോൾ ട്രെൻഡ് പിൻവാതിലാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ ആദ്യം കയറട്ടെ എന്ന് കരുതി മാന്യത കാണിച്ച് നമ്മൾ പുരുഷന്മാരൊന്നു മാറി നിന്നാൽ തീർന്നു. ആ ഗ്യാപ്പിലൂടെ മിന്നൽ പിണർ പോലെ അകത്തേക്ക് പാഞ്ഞു കയറുന്ന സ്ത്രീകൾ ജനറൽ സീറ്റുകൾ ഒന്നൊഴിയാതെ കൈയേറുന്നത്. ജനറൽ സീറ്റുകളിൽ ഇരുന്നോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ 10 സ്ത്രീകളാണ് ആദ്യം കയറുന്നതെങ്കിൽ അവർ 10 പേരും 10 സീറ്റുകളിലാണ് ഇരിക്കുക. പിന്നാലെ കയറി വരുന്ന പുരുഷൻ സ്ത്രീകളുടെ മറുവശത്ത് സീറ്റ് ഒഴിഞ്ഞുകിടപ്പുണ്ടെങ്കിലും മാനഹാനി ഭയന്ന് അവിടെ ഇരിക്കാൻ മടിക്കും. കാണുമ്പോൾ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയ പ്രതീതിയാണ്. ജനറൽ സീറ്റ് എല്ലാവരുടേതുമാണ്. പക്ഷേ ചില സമയത്ത് ലേഡീസ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടാകും. എന്നാലും ഇരിപ്പ് ജനറൽ സീറ്റിൽ തന്നെ. ചോദിച്ചാൽ മറുപടി റെഡി. ഇത് ജനറൽ സീറ്റല്ലേ, ആർക്കും ഇരിക്കാമല്ലോ. ശരിയാണ്, നിയമപരമായി തെറ്റില്ല. പക്ഷേ പാവം ഒരു പുരുഷൻ ലേഡീസ് സീറ്റിലൊന്ന് ഇരുന്നു പോയാലോ? പിന്നെ പറയണ്ട. നാട്ടിക സാബ് പറഞ്ഞ പോലെ സംഗതി സ്ത്രീപീഡന കേസ് വരെ എത്തിയേക്കാം. ആ പേടി കാരണം കമ്പിയിൽ തൂങ്ങി നിൽക്കാനാണ് നമ്മൾ പുരുഷന്മാർക്ക് വിധി. മനസ്സലിവ് വൺവേയാണ്. ഇനി ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സീറ്റ് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു ഗർഭിണിയെയോ കുട്ടികളുമായി വരുന്ന സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു വയസ്സായ സ്ത്രീയെയോ കണ്ടാൽ നമ്മുടെ പുരുഷന്മാർ ഉടനെ എഴുന്നേറ്റ് സീറ്റ് കൊടുക്കും. അത് നമ്മുടെ ഒരു മനസ്സ്. എന്നാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് സീറ്റ് കൊടുക്കുന്നത് കാണണമെങ്കിൽ ഭാഗ്യം വേണം. ജനറൽ സീറ്റിലിരിക്കുന്ന പെങ്ങളോട് ലേഡീസ് സീറ്റിലേക്ക് മാറാൻ പറഞ്ഞാൽ കിട്ടുന്ന നോട്ടമുണ്ടല്ലോ, അമ്മേ. ഈ ഒരു അഹന്ത അവസാനിക്കണമെങ്കിൽ താൽക്കാലികമായെങ്കിലും ഈ സ്ത്രീ സംവരണം ഒന്ന് എടുത്തു മാറ്റണം. എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന കാലത്ത് സീറ്റിന്റെ കാര്യത്തിലും ഒരു സമത്വം വേണ്ടേ? പുരുഷന്മാർക്കും വേണ്ടേ ജീവിക്കാനൊരു ഇത്തിരി ഇരിപ്പിടം?